സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് എടുത്തിരിക്കുന്നത് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് അല്ലേ? നിങ്ങളെ രണ്ടുപേരും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ, ക്ഷണിച്ചിട്ടുണ്ടോ, ഇൻട്രസ്റ്റഡ് ആണോ? ജിസ്മ എങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണോ ഇൻട്രസ്റ്റഡ് അല്ല? വിമലിനോ? എനിക്കൊരു കോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് 2020-ലാണ്. ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് കൊറോണ ഹിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ്. അപ്പൊ അന്ന് ഞാൻ ചാനൽസിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ 1-2 പേര് എന്നെ അറിയാം അവർക്ക്. അപ്പൊ അങ്ങനെ ഒരു കോള് വന്നതാ. അന്നൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് റാൻഡമിൽ അങ്ങനെ ഒരു കോൾ ഇടാ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എന്താ സംഭവം എന്ന് അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൾ ത്രൂ ആ വരുന്നത്. 3 പേര് പാനലായിട്ട് വിളിക്കും. അങ്ങനെ അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ നോക്കിയിട്ടില്ല. അന്ന് അത് ആലോചിക്കുന്നതിന്റെ റീസൺ, ഓക്കെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പോപ്പുലാരിറ്റി കിട്ടും, അതിലൂടെ ആരെങ്കിലും സിനിമയിലേക്ക് വിളിക്കുമെങ്കിൽ അതൊരു എൻട്രി പോയിന്റ് ആയിരിക്കും. അങ്ങനെയാണ് ആലോചിച്ചിരുന്നത്. പിന്നെ അത് ഭയങ്കര എന്താ മനക്കെട്ടുള്ള ആൾക്കാർക്ക് മാത്രം തീർച്ചയായിട്ടും അത് അതിലുള്ള ചലഞ്ചസ് ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കണം, റെസിലിയന്റ് ആയിരിക്കണം. ഇപ്പോ നമ്മുടെ ഇമോഷൻസ് വെച്ച് സത്യം പറഞ്ഞാൽ ഒന്ന് ഗ്യാമ്പിൾ ചെയ്യേണ്ടി വരും. അത്രയും പറ്റുന്ന ആൾക്കാരല്ല. നമ്മളുടെ മനസ്സ് സത്യം പറഞ്ഞ ആർട്ടിസ്റ്റുകളെ പോലെയാ, കൊച്ചു മനസ്സാ.